അപ്പോൾ രാഹുലാണ്. അപ്പം ഞാനിപ്പോൾ രാവിലെ നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്താണ്. അപ്പോൾ നമ്മളിവിടെ എത്താനുള്ള സമയം ഇപ്പം സമയം കറക്റ്റ് 7-7:30 ആയിട്ടുണ്ട്. നമ്മളൊരു പോത്തുംകുട്ടിയെ വാങ്ങിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. നല്ല ഹരിയാന എന്നുള്ള നല്ല മുറ പോത്തിൻകുട്ടി ഒരെണ്ണത്തിന് നമ്മൾ സെലക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ഫാം എവിടെ നിന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്? നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നത്തുള്ള മുല്ലയ്ക്കൽ മുറ ഫാമാണ്. നല്ല അടിപൊളി മുറ പോത്തിൻകുട്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരെ കായംകുളം വള്ളിക്കുന്നത്തുള്ള മുല്ലയ്ക്കൽ മുറ ഫാമിലോട്ട് വിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി പോത്തിൻകുട്ടികളെയും എരുമക്കുട്ടികളും ഉണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, കൂടാതെ നമ്മുടെ വെറൈറ്റി ബ്രീഡുകളായിട്ടുള്ള മീനിയുണ്ട്, പിന്നെ നമ്മുടെ ചിന്നാടൻ, അവരുടെ പേര് ഞാൻ വിട്ടുപോയി. അപ്പം ഭൂരി ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി പോത്തുംകുട്ടികളൊക്കെ വേണമെങ്കിൽ നേരെ വള്ളിക്കുന്നത്തുള്ള മുല്ലയ്ക്കൽ മുറ ഫാമിലോട്ട് വാങ്ങി. എന്തായാലും ഞാൻ ഇവനെ സെലക്ട് ചെയ്തിട്ടുണ്ടാണ്. അപ്പം ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. കൂടാതെ ഫോൺ നമ്പർ, ഫാം എവിടെയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. അപ്പം നേരെ നമുക്ക് പോവാം. പോത്തിനെ മേടിക്കാനായിട്ട് വന്നോ? എവിടെ സ്ഥലം? എവിടെ? മണക്കുള്ള. ഇവിടെ അടുത്ത് തന്നെയാണ് അല്ലേ? ഇവിടെ അടുത്താ. നേരത്തെ എങ്ങനെ പോത്തിനെ വളർത്തിയിട്ടുണ്ട്? 2-3 എണ്ണത്തിനെ വളർത്തിയിട്ടുണ്ട്. ഇവിടെ പണിക്ക് വന്നപ്പോ കണ്ട് വന്ന് മേടിച്ച. അപ്പൊ നമ്മൾ ഇവനെ സെലക്ട് ചെയ്ത് നിർത്തിയിരിക്കുക. എത്ര കിലോ ഉണ്ട്? ഏകദേശം ഒരു 150 കിലോ ആണ്. 150 കിലോ ആണ് അല്ലേ? അപ്പം ഇവിടെ പണിക്ക് വന്നപ്പോ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ച. അപ്പൊ ഇപ്രാവശ്യം വന്നിരിക്കുന്ന കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി കുട്ടികളാണ്. നല്ല അടിപൊളി കുട്ടികളാണ്. അതുകൊണ്ടല്ലേ വാങ്ങിച്ചേ. തീർച്ചയായും. അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 120 കിലോ ഉണ്ട്. അപ്പൊ ഈ പൂനെ ഇഷ്ടപ്പെട്ടു. ഇത് അതുകൊണ്ട് തന്നെ സെലക്ഷൻ ചെയ്ത്. എങ്ങനെയാ നമ്മളൊരു പൂത്തിനെ മേടിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ നമ്മൾ വളർത്തും? നമ്മളൊരു 6 മാസം 8 മാസത്തിനകത്തൊക്കെ വളർത്തിയിട്ട് കൊടുക്കും. നമ്മൾ ഈ വളർത്തിയിട്ട് കൊടുക്കുന്ന ലാഭമാണോ നഷ്ടമാണോ? ലാഭമാണ്. അതുകൊണ്ടാണ് നമ്മള് പിന്നെയും മേടിച്ചത്. ഒരു കുട്ടി എടുത്തിട്ടുള്ളൂ? ഇപ്പൊ ഒരെണ്ണം എടുത്തോളൂ. നേരത്തേക്ക് 2-3 ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നടക്കട്ടെ ചേട്ടാ. നല്ല ചേട്ടൻ സെലക്ട് ചെയ്ത നല്ല അടിപൊളി ഒരു കുട്ടിയാണ്. ഏകദേശം 120 കിലോ 25 കിലോ മേലെ വരും. അതിന് മേളിൽ വരും. നല്ല അടിപൊളി കുട്ടിയാണ്. നമുക്ക് കുട്ടിയെ ഒന്ന് കാണിച്ചു തരാം. നല്ല ഇടനീട്ടവും എല്ലാം ഉള്ള അത്യാവശ്യം ചെറിയ കൊമ്പാണ്. നല്ല നെറ്റിയുടെ വിരിപ്പ് നല്ല ഇതാണ്. അപ്പൊ നല്ലൊരു കുട്ടിയാണ്. എന്തായാലും വളർത്തി നല്ലൊരു വലിയ ലാഭത്തിന് ചേട്ടന് വിൽക്കാൻ പറ്റട്ടെ. ഓക്കെ. നമസ്കാരമുണ്ട്. നമസ്കാരം. കുറെ നാളെ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്ന് എത്തിയിട്ട്. ഈ മാസം നമ്മൾ എത്രാമത്തെ ലോഡാ വന്നിരിക്കുന്നത്? ഇതിപ്പോ 2ാമത്തെ ലോഡ്. ഈ മാസത്തെ 2ാമത്തെ ലോഡ്. എത്ര കുട്ടികള്? 59 കുട്ടികൾ. എരുമക്കുട്ടികളുണ്ടോ? ഒറ്റ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. ഒരു എരുമക്കുട്ടി കിട്ടി. നമ്മള് 10 എണ്ണത്തിന് പറയട്ടെ, നമുക്ക് കിട്ടിയ ഒറ്റ എരുമക്കുട്ടി. എരുമക്കുട്ടിക്ക് അമ്മമാർക്ക് ഡിമാൻഡ് ആയി അവിടെ. ഇവിടെ തന്നെ എരുമക്കുട്ടിക്ക് ഒരുപാട് ഓർഡർ കിടപ്പുണ്ട്. പക്ഷെ ആകെ കിട്ടിയിരിക്കുന്ന ഒരെണ്ണോ. കിട്ടിയ വാടകനായിട്ട് കൊണ്ടുവന്നിറക്കിയ വാടകനെ അതിനെ കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ അതില്ലിപ്പോ അത് 59 കുട്ടികൾ. നമ്മുടെ പ്രസവിച്ചതിന്റെ എരുമക്കുട്ടിയാ. ഒരു 20-22 ദിവസമായുള്ള അവള് പ്രസവിച്ച് അതിന്റെ കുഞ്ഞാണ്. അപ്പൊ നമ്മൾ ഇത്രയും കുട്ടികൾ നമുക്കുണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് കുറെ കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നല്ലോ. സ്പെഷ്യൽ കുട്ടികളുണ്ട്. അവിടെ ഭൂരിയുണ്ട്. പിന്നെ മറ്റേ ഇതുണ്ടല്ലോ നമ്മുടെ ജാഫാവാദിയിൽപ്പെട്ട ഒരു മീനി ആ കുട്ടിയുണ്ട്. ഇതുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമ്പ് കുലുങ്ങുന്നതാണിത്. ഇതിനുള്ള പ്രത്യേകത. പിന്നെ നമ്മളെ മീനുണ്ട്. നമ്മളെ ചിന്നാടൻ എന്നൊക്കെ പറയുന്ന. അതെ, ചിന്നാടൻ എന്ന് പറഞ്ഞു. 2 കുട്ടികൾ. അതുകൊണ്ട് ഒരെണ്ണം അവിടെയും കൂടെ നിൽക്കുന്നു. അമ്മമാരൊക്കെ നല്ല സ്ട്രക്ചർ കുട്ടികളല്ലേ. വെയിറ്റ് ഒരു 115 കിലോ തൊട്ട് നമുക്ക് 200-210 കിലോ വരെയുള്ള കുട്ടികളാണ്. ഉണ്ട്. അപ്പൊ അത് ഒരാൾക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു 6 മാസം നിർത്തി കഴിഞ്ഞാൽ 150-200 റേഞ്ചുള്ള കുട്ടികളെ ഇപ്പോൾ എടുക്കാന്നുണ്ടെങ്കിൽ പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എമൗണ്ടിന് വിൽക്കാൻ പറ്റുള്ളൂ. സ്ട്രക്ചറായ കുട്ടികളല്ലേ, തീരെ ചെറുതല്ല. ഒരു 150-170 ആ റേഞ്ചുള്ള കുട്ടികളെ എടുത്താൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ചെറുതെടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് സമയം വേണ്ടി വരും. അപ്പൊ നമുക്ക് ഇവിടെ പോത്തിനെ മേടിക്കാൻ വരുന്ന കർഷകർ അവർക്ക് അറിയത്തില്ല നമ്മൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് എന്തൊക്കെ ചെയ്യണമെന്ന്, ഏതൊക്കെ എങ്ങനെയൊക്കെ വളർത്തണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും. പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളില്ല. ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇതിനെ വളർത്താൻ അറിയാതെ അവര് നന്നായിട്ട് കൊണ്ടുപോയി കാര്യങ്ങൾ വലിയ ചിലവൊക്കെ ചുരുക്കി ഒക്കെ വളർത്തി എടുത്തു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. പ്രദേശശേഷി കൂടുതലുള്ള വർഗ്ഗമല്ലേ ഇത്, എരുമയും പോത്തും ഒക്കെ. നമ്മൾ പശുവിനെയൊക്കെ കെയർ ചെയ്യുന്ന മാതിരി ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നും. ഏത് കാലാവസ്ഥ ഇപ്പോൾ ഷെഡില്ലാത്തൊരു വ്യക്തിക്ക് അന്നേരം പോലും അയ്യത്ത് കൊണ്ടിട്ട് മരത്തിന്റെ കീഴൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ വളർത്താൻ പറ്റും. നന്നായിട്ട് പുല്ലും കാര്യങ്ങളും ഒക്കെ കഴിച്ച് വലിയ ചിലവൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ ഒരെണ്ണത്തിനൊക്കെ വളർത്താൻ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചോറും കഞ്ഞിയുടെ ഒക്കെ വെള്ളവും അതും ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ലേശം പുളിയരിയോ എല്ലാം കൊടുത്താൽ അതും വളരെ ഒന്നും വേണ്ട. 1/2 കിലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ
ഇതാണ്ട് ഇതിനെ ഒന്ന് തിരിച്ചടിച്ച് നോക്കി കണ്ടോ. അവന്റെ എന്റെ ഇപ്പോഴത്തെ ചെലവ് 65 രൂപ ഒരു ദിവസം. വളരെ നിസ്സാരം. ആരെങ്കിലും പറഞ്ഞു കേൾക്കും. ഒരു അരക്കിലോ പുളിയരി കൊടുക്കും. ഫാം നമ്മുടെ പിന്നെ ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്ത് വള്ളികുന്നം കാമ്പിശ്ശേരി എന്ന് പറയുന്ന ഭാഗത്താണ് നിൽക്കുന്നത്. അതായത് മണപ്പള്ളിയെന്നും ഓച്ചിറയെന്നും കരുനാപ്പള്ളിയെന്നും ചാരുമൂട് കറ്റാണ ഈ ഇതെല്ലാം കൂടെ ഒരുമിച്ച് സെൻട്രലുള്ള സ്ഥലമാണ്. എവിടുന്ന് വന്നാലും ആൾക്കാർക്ക് വരാവുന്ന ഒരു ഏരിയ ആണ്. ഡെലിവറി ഒക്കെ നമ്മൾ തന്നെ കൊണ്ടു കൊടുക്കും. പേയ്മെന്റ് ഡെലിവറി ആണെന്നുള്ളേ ഉള്ളൂ. ഇപ്പോഴത്തെ നേരത്തെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 5 കിലോമീറ്റർ ഒക്കെ ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോഴത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വർദ്ധിച്ചേക്കുക. പോത്ത് വളർത്തൽ ഇപ്പോൾ കൊണ്ടുവരുന്ന ഒരു പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരു സീനാണ്. അത് വല്ലാത്ത ഒരു പ്രശ്നങ്ങളാണ്. വഴിമധ്യമൊക്കെ ഒരുപാട് കാര്യങ്ങളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു ലോഡ് അവിടെ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം കറക്റ്റായിട്ട് കൂടെ ഒക്കെ എത്തും. ഇവിടെയൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മഹാഭാഗ്യം. ഇപ്പോൾ കാരണം മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഒക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. നേരത്തെ മഹാരാഷ്ട്രയുടെ ഉണ്ടായിരുന്നുള്ളൂ, ശിവസേനയുടെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ചില പ്രശ്നമുള്ളൂ. ഇപ്പം അവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 സ്റ്റേറ്റ് തമിഴ്നാട് എത്തുന്നതിന് മുമ്പ് വരെ ഭയങ്കര പ്രശ്നങ്ങളാണ്. വഴിയിൽ നല്ലൊരു എമൗണ്ട് ചിലവ്. എനിക്ക് തോന്നുന്ന ഒരു 1.5 ലക്ഷം രൂപത്തിന് മേളിലൊക്കെ. അതൊക്കെ ഓരോ രീതിയാണ്. ചിലപ്പോൾ ഒരു 50,000 ഒതുങ്ങുന്ന കേസ് കിട്ടുണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ ആവുന്ന കേസ് കിട്ടുന്നുണ്ട്. ആ വഴിയിലെ ഓരോ പ്രശ്നങ്ങൾ അനുസരിച്ചാണ്. ഇപ്പോൾ ഇവരൊരു ചാകരയായിട്ട് മാറിയിരിക്കുക. ഇതിപ്പോൾ കേരളത്തിലേക്ക് പോത്ത് വരും, ലോഡ് നോക്കിയിരിക്കുക. അതിനകത്തില്ല അവർക്ക് വല്ല എന്തെങ്കിലും കിട്ടുന്നെന്നുള്ള രീതി. അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നൊക്കെ സമയത്തിനും കാര്യത്തിന് എത്തിപ്പെടുകയാണെങ്കിൽ അത് ഭാഗ്യം. അപ്പം അങ്ങനെ ചിലവ് വരുമ്പോഴത്തേ ഇവിടെ കസ്റ്റമറെ അത് ബാധിക്കും. അത് നമുക്കിപ്പോൾ എങ്ങനെയായാലും നേരത്തെ ആയാലും ഇപ്പോഴായാലും ശരി ഒരേ മാർജിനെ നമുക്കുള്ളൂ. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന വെളുപ്പിനാണ്. വെളുപ്പിനെന്ന് പറയുമ്പോൾ ഒരു 7 മണി 8 മണി സമയത്ത്. അതുകൊണ്ടാണ് നമുക്കിപ്പോ കസ്റ്റമേഴ്സിനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതെ. കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, 1-2 പേരുണ്ടായിരുന്നു. ഇതിപ്പോ നേരത്തെ ഒന്നും നമുക്കെന്ന് പറഞ്ഞാൽ ഇന്നപ്പോ നമുക്ക് എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് എന്ന് വരുമെന്ന് അറിയത്തില്ല. ഇതിപ്പോ വന്നത് തന്നെ വെളുപ്പിനാണ് വന്നത്. ഇവിടെ വരാറായപ്പോഴാണ് പറയുന്നത് എത്തിയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, കസ്റ്റമറിനോടൊന്നും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയിപ്പോൾ ഇതൊക്കെ വീഡിയോ ഒക്കെ ഇടുമ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ അറിയത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 10-11 മണിയാകുമ്പോഴേ നമ്മുടെ ലോഡ് തീരുന്ന. ജനങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. പിന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ വൈകിട്ട് എല്ലാവരും വിളിച്ച് പറയും. എന്നെ പറഞ്ഞവരോടൊക്കെ നാളെ വരുമെന്നും നമ്മൾ പറയേണ്ട ഒരു അവസ്ഥയാണ്. രണ്ട് കുട്ടിയുണ്ട്. അതുകൊണ്ട് ഒന്ന് അവിടെ നിൽക്കുന്നതായിരുന്നു, ഒരെണ്ണം നാട്ടിവിടെ. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമ്മളൊരു ഭൂരി. ഇതാണ്ട് നമ്മുടെ നീലനേക്കായി നല്ല സ്ട്രക്ചർ ആവുമെന്നാണ് പറയുന്ന ആൾക്കാർ. ഈ ഭൂരി ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രക്ചറാണ്, നല്ല വലിപ്പം എത്തും. അത് നല്ലൊരു കുട്ടിയാണ്. പിന്നെ രണ്ടും നല്ല കുട്ടികളാണ്. പൊതുവെ ഒരു ജാഫ്രാബാദി ഭൂരി ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, നല്ല വലിപ്പം വെക്കുന്ന കിടാക്കളാണ്. അതെ കിലോ നമ്മളെ വീഡിയോക്ക് പറയുന്നെങ്കിൽ 120 കിലോ. എന്റെ കണക്കനുസരിച്ച് നമ്മൾ നോക്കാം, ഒരു 140 കിലോയ്ക്കകത്ത് ഈ ഒരു കുട്ടി വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്യാവശ്യം വലിയ വലിപ്പമില്ലാത്തൊരു കുട്ടി, വലിപ്പമില്ലാത്തൊരു കുട്ടിയാണ്. 140 ഞാൻ പറഞ്ഞു. നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. എന്റെ കണക്ക് പറ്റിയിട്ടില്ല. നമ്മൾ കണക്ക് കൂട്ടി വെച്ചേക്കുന്ന കാര്യമല്ലേ നോക്കി കണ്ട്. ഞാൻ തൂക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാണ് 140 എന്നുള്ളത്. കറക്റ്റ് 140 കിലോ. എന്റെ കണക്ക് കൂട്ടൽ പറ്റിയിട്ടില്ല. അതെന്താ നല്ല അടിപൊളി കുട്ടിയാണ്. അപ്പം ഇതുപോലുള്ള കുട്ടികളൊക്കെ വേണമെങ്കിൽ നമ്മളെ നേരെ മുല്ലക്കൽ മുറ ഫാമിലേക്ക് വന്നാൽ മതി. നമ്മുടെ കുട്ടികളൊക്കെ ക്വാളിറ്റി കുട്ടികളായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്താൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് 2 മാസം 3 മാസം വരെയൊക്കെ കുട്ടികളില്ലാത്ത സമയം ഉണ്ടായിരുന്നു. നമ്മൾ വേറെ എങ്ങൊന്നും എടുക്കാറില്ല. ഈ പറഞ്ഞ മാതിരി ഹരിയാന എന്നുള്ള കുട്ടികളെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കിട്ടിയില്ലെങ്കിൽ നമ്മൾ എടുക്കത്തില്ല. കാരണം ആന്ധ്ര കുട്ടികളെയും തമിഴ്നാടിന്റെ കുട്ടികളെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ വിജയം. മൂന്നാമത്തെ വർഷം അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ. അതെ അതെ അതെ. അപ്പൊ ഒക്കെ നമുക്കൊരു ലോഡ് വന്നു കഴിഞ്ഞാൽ കുറഞ്ഞ ഒരു 20-22 ദിവസം കൊണ്ടൊക്കെ നമുക്ക് പോകത്തുള്ളൂ. ഇപ്പൊ 3 ലോഡ് 4 ലോഡൊക്കെ നമുക്ക് പോകുന്നുണ്ട്. വരാനുള്ള താമസമേ ഉള്ളൂ. 2 ദിവസം മതി പോവാനേ. ലോഡ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ലോഡ് വന്നിട്ടുണ്ട് രാവിലെ 9 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. 3:30 ആയപ്പോഴത്തേനും തീർന്നു. പിന്നെ ഈ മഴയുടെ ഒക്കെ ഇടയ്ക്ക് ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതേ ഉള്ളൂ. വരാനുള്ളൊരു താമസം കൊണ്ടുള്ളേ ഉള്ളൂ. കുട്ടികൾ ഇപ്പോൾ 2 ദിവസം 3 ദിവസം കൊണ്ട് ഒരു 80% അന്നത്തെ ദിവസം തീരും. പിന്നെ ഒരു 10-12 എണ്ണം കിടക്കുന്നതിനാണ് 2-3 ദിവസം ഓരോന്നോരം തീരുന്നുണ്ട്. തീരും. കുട്ടികളെ വേണമെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ വീഡിയോ കൊടുക്കാം. തീർച്ചയായിട്ടും കൊടുക്കും. വിളിച്ചിട്ട് വന്നാൽ മതി. ഓക്കെ.